പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് ഈ പ്രാർത്ഥനയിലേക്ക് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിനേക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആകാശവും ഭൂമിയും തന്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ഇഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ കർത്താവായ ശംശീഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയമേ, തമ്പുരാനെ പറ്റി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കാരുണ്യനാഥനും പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനും ഈ നേരത്തിനുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഈ നേരം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഏത് സമയത്താണോ ദൈവമക്കൾ പങ്കുചേരുന്നത്, ഏത് കാലത്താണോ പ്രാർത്ഥിക്കുന്നത്, ആ സമയത്തിലേക്ക് ഞങ്ങളെ അങ്ങയുടെ വലിയ ശക്തിയിലേക്ക് ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. യേശുവേ, അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളെ ശിരസ് മുതൽ പാദം വരെയും കഴുകണമേ. ഞങ്ങളുടെ പാപം മോചിച്ചു തരണമേ. അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമായി നിലകൊള്ളുന്ന സമയമാകണമേ. അങ്ങയെ സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് വസിക്കുന്ന ആലയമായി ഞങ്ങൾ മാറണമേ. ഞങ്ങൾ അങ്ങയുടെ സാക്ഷികളായി മാറണമേ. ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ ജോലിയിടങ്ങളും ഞങ്ങൾക്കുള്ളതെല്ലാം യേശുവിന്റെ രക്തത്താൽ മുദ്രിതമാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ സംഭവിക്കട്ടെ. ഞങ്ങളുടെ മേലുള്ള പൈശാചിക ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. വചനം കേൾപ്പാനും സ്വർഗരാജ്യത്തിന്റെ കൂട്ടായ്മയിലേക്ക് ഒരുമനപ്പെടാനും അത്യുന്നതനെ നിന്റെ കൃപ ഞങ്ങൾക്ക് ചൊരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമീൻ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 60 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, അത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നമുക്ക് ഒരുമിച്ച് ആ വാക്കിനെ കുറിച്ച് ചിന്തിക്കാം. ജീവിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല.
യേശു തന്റെ ശരീരം ഭക്ഷിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ യേശു തന്റെ ശരീരം വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച്, യേശു തന്റെ ശരീരം പങ്കുവെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് കഠിനമായ വാക്ക് എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ ആകുലപ്പെടുകയാണ്. അപ്പോൾ ആ വാക്ക് ആകുലപ്പെടാൻ കാരണം ശിഷ്യന്മാർ എല്ലാവരും നമ്മെ പോലെ തന്നെ ലൗകികമായ കാര്യങ്ങൾ ആ സമയത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. സാധാരണ ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു തന്റെ ശരീരത്തെ തന്റെ മക്കൾക്കായി വീതിച്ചു കൊടുത്തു. ശരീരം ഉപേക്ഷിക്കുകയാണ്. യേശു തന്റെ ശരീരത്തിൽ പീഡാസഹനങ്ങളേറ്റു, ക്രൂശിൽ മരിച്ചു. എന്തിനു വേണ്ടി? ആ സഹനമെടുത്തു. ക്രൂശിൽ യേശു എടുത്ത സഹനമാണ് തന്റെ മക്കൾക്കായി തന്റെ ശരീരം വീതിച്ചു കൊടുക്കുന്നത്. ഒരു മനുഷ്യൻ ഈ വാക്കിൽ ജീവിക്കുമ്പോൾ അവൻ ആത്മീയനായി മാറുന്നു. എന്താണ് അതിന്റെ അർത്ഥം? യേശു ശരീരത്തെ കൊടുത്തപ്പോൾ ശരീരമില്ലാതെയാകും. ശരീരം പങ്കുവച്ചു. ശരീരം പങ്കുവച്ചപ്പോൾ യേശു ഇല്ലാതെയായി. പക്ഷെ നോക്കുക, കർത്താവ് അതിലൂടെ പുതിയ പാഠം പഠിപ്പിക്കുകയായിരുന്നു. ശരീരം പങ്കുവെക്കാനുള്ളതാണ്. ജീവിക്കുന്നത് ആത്മാവാണ്. നിങ്ങൾക്കിത് കഠിന വാക്കെന്ന് തോന്നുവാൻ കാരണം നിങ്ങൾ ആത്മാവിനെ കുറിച്ച് അറിയുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ പൊരുള് നിങ്ങൾക്ക് ഒരു നാൾ മനസ്സിലാകും. യേശു പറഞ്ഞു, ഞാൻ വന്നിടമായ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന നിങ്ങൾ കാണും. നിങ്ങൾ അതിനു മുമ്പ് മറ്റൊരു കാര്യം കാണും. എന്റെ ശരീരം ഇവിടെയുള്ള ആളുകൾ കുത്തിക്കീറുന്നത് നിങ്ങൾ കാണും. എന്റെ ശരീരം ആകാശമധ്യ തൂങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കാണും. എന്റെ ശരീരത്തെ പലരും ശരീരത്തെ നോക്കി തുപ്പുന്നത് കാണും. ഇതെല്ലാം കഴിഞ്ഞ് അതെടുത്തു കൊണ്ടുവന്ന് അത് കബറടക്കുന്നത് നിങ്ങൾ കാണും. നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് എന്റെ ശരീരം അത് അസ്തമിച്ചു പോകുന്നു, തീർന്നു പോകുന്നു. എല്ലാവരെ പോലെ എന്റെ ശരീരം തീർന്നു പോകുന്നു. പക്ഷേ എന്റെ ശരീരം അങ്ങനെ തീരാൻ കാരണം ഞാനത് നിങ്ങൾക്കായി പങ്കുവെക്കുകയായിരുന്നു. എന്റെ ശരീരം ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുകയായിരുന്നു. ഞാൻ ക്രൂശിലൂടെ പീഡാസഹനങ്ങൾ സഹിച്ചപ്പോൾ എന്റെ ശരീരരക്തങ്ങൾ നിങ്ങൾക്കായി നൽകുകയായിരുന്നു. ഇത് വിശ്വസിക്കുന്നവർ യേശുവിന്റെ ആ വലിയ രക്ഷാകര പദ്ധതിയിലേക്ക് കയറുകയാണ്. അപ്പൊ നിങ്ങളിത് കണ്ടു, എന്നെ കബറടക്കിയത് നിങ്ങൾ കണ്ടു. അതുപോലെ നിങ്ങൾ മറ്റൊന്ന് കാണും. ഞാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത്, സ്വർഗാരോഹണം. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം മനസ്സിലാകും. ഇത് കഠിന വാക്കാണെന്ന് അന്ന് നിങ്ങൾ പറയില്ല. എന്തുകൊണ്ടാണ്? ശരീരം അഴുകിത്തീരാനുള്ളതാണ്, ആത്മാവും ജീവിക്കാനുള്ളതാണ്. ഈ വചനം അത് ജീവൻ നൽകും. ആത്മാവിന്റെ വചനങ്ങളാണ് ആത്മാവിനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ശരീരം അഴുകിത്തീരും. യേശു തന്റെ ശരീരം പങ്കുവച്ചു. നമ്മളുടെ ശരീരം നാം സ്വാർത്ഥതയ്ക്ക് ഉപയോഗിക്കുന്നു. നമ്മുടെ ശരീരം എന്നതിനെ കുറിച്ച് പല വ്യാഖ്യാനങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ശരീരം അത് ഭൗതിക തലത്തെ സൂചിപ്പിക്കുന്നു. അതിനോട് ചേർന്നാണ് വസ്ത്രം, ആഹാരം, പാർപ്പിടം, സമൂഹം, ജോലി എല്ലാം ബന്ധപ്പെട്ട് നിലകൊള്ളുന്നത്. സ്വാർത്ഥത നിറഞ്ഞ ജീവിതം, എന്റേതെന്ന് പറഞ്ഞ് അവസാന കാലം വരെ അത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അവസാനം എന്റെ മനസ്സിൽ നിന്ന്, എന്റെ ജീവിതത്തിൽ നിന്ന് എന്റെ ജീവൻ പുറത്തേക്ക് പോകുമ്പോൾ, എന്റെ ആത്മാവും ജീവനും രണ്ടിടത്താകുമ്പോ ഈ ശരീരം ഒന്നിനും പ്രയോജനമില്ലാതെ
യാതൊരു രീതിയിലും ഗുണമില്ലാതെ ഒരു മൃതശരീരമായി മാറുന്നു. ഇത് കൊണ്ടുപോയി കബറടക്കുന്നു, അഴുകിത്തീരുന്നു. അപ്പോൾ എൻ്റെ പുറത്തേക്ക് പോയ ആത്മാവ്, ആ ആത്മാവിന് ജീവനുണ്ടാകണമെങ്കിൽ യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു. എന്റെ ശരീരം ഭക്ഷിക്കുന്നവൻ ജീവിക്കും. യേശുവിന്റെ ആ പങ്കുവച്ച ശരീരത്തിന്റെ ഭാഗമായി യേശുവിനെ ഉൾക്കൊള്ളുന്ന വ്യക്തി മരണാനന്തരം തന്റെ ജീവൻ, പ്രിയപ്പെട്ടവരെ, ആത്മാവ് യേശു കരേറിപ്പോയ സ്വർഗരാജ്യത്തിലേക്ക്, യേശുവിന്റെ വലത്തുഭാഗത്തേക്ക് പോവുകയാണ്. ഇതാണ് എല്ലാ മനുഷ്യരിലും സംഭവിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തതും പ്രഥമമായിട്ട് നിലകൊള്ളുന്നത് യേശുക്രിസ്തുവിന്റെ ശരീരത്തെ സ്വീകരിക്കുക. യേശു തന്ന ശരീരരക്തങ്ങൾ സ്വീകരിക്കുക. അർത്ഥം എന്താണ് നോക്കുക പ്രിയപ്പെട്ടവരെ. യേശുവിന്റെ പീഡാസഹനത്തിൽ വിശ്വസിക്കുക. യേശുവിന്റെ ശരീരരക്തങ്ങൾ എനിക്ക് പങ്കുവച്ചത്, എനിക്ക് നൽകിയത്, അവന്റെ പീഡ, അവൻ ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുക. ഞാനത് വിശ്വസിക്കുക. ഞാൻ അത് ഏറ്റുപറയുക. ഞാനത് ഏറ്റുപറയുക. ഞാൻ വിശ്വസിക്കുക. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. കർത്താവ് എനിക്ക് വേണ്ടി പീഡാസഹനങ്ങൾ ഏറ്റു. കർത്താവ് എനിക്ക് വേണ്ടി അടികൊണ്ടു. എന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ഇതെല്ലാം അനുഭവിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ അവന്റെ തിരുശരീര രക്തങ്ങൾ നാം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി മാറുന്നു. ദൈവത്തിന് സ്തുതി, കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, ഒന്നാമത്തെ കാര്യം, ആ യേശുവിന്റെ പങ്കുവച്ച ശരീരത്തിന്റെ ഭാഗമായി രക്ഷാകര പദ്ധതിയുടെ ഒരു ഭാഗമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഘട്ടം കഴിഞ്ഞു. രണ്ട്, അങ്ങനെ യേശുവിന്റെ ശരീരത്തെ നാം സ്വീകരിക്കുമ്പോൾ, അതിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് പരിവർത്തനം വരുന്നു. പരിവർത്തനം വരുന്നു. എങ്ങനെയാണ്? ഞാൻ മാനസാന്തരപ്പെടുന്നു. എന്റെ ഉള്ളിലുള്ള പാപം മാറുന്നു. ഞാൻ പുതിയ മനുഷ്യനാകുന്നു. യേശുവിന്റെ പീഡാസഹനത്തിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ യേശുവിന്റെ ക്രൂശിൽ വിശ്വസിക്കുന്ന, യേശുവിന്റെ പരമയാഗത്തിൽ വിശ്വസിക്കുന്ന എല്ലാ വ്യക്തികളും പുതിയ വ്യക്തികളായി മാറുന്നു. അവരുടെ ഉള്ളിൽ നിന്ന് കളങ്കങ്ങളും പാപങ്ങളും ഇല്ലാതെയാകുന്നു. അവരുടെ ഉള്ളിൽ നിന്ന് അശുദ്ധി മാറുന്നു, തിന്മ മാറുന്നു. അവർ ജീവനുള്ളവരായി മാറുന്നു. ഞാൻ സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വസിക്കാൻ തുടങ്ങും. ജീവൻ തുടിക്കാൻ തുടങ്ങും. അവരിൽ മറ്റൊരു മനുഷ്യൻ ജനിക്കും. അകത്തെ മനുഷ്യൻ ജനിക്കും. അകത്തെ മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കും. ജീവൻ പ്രാപിക്കും. നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കും, ജീവൻ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ നിരന്തരമായ ഈ ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ച പീഡാസഹനങ്ങൾ തനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം രൂപാന്തരപ്പെട്ട് സ്വർഗീയമായി മാറുന്നു, വിശുദ്ധമായി മാറുന്നു. യേശുവിനോട് ഏകാത്മപ്പെട്ട്, അല്ലെങ്കിൽ യേശുവിന്റെ ഭാവം ഉൾക്കൊള്ളുന്നു. നോക്കുക, അവനാണ് പിന്നീട് യേശുവിന്റെ പ്രതിനിധിയായി ഭൂമിയിൽ ജീവിക്കുന്നത്. അവനാണ് യേശുവിന്റെ സുവിശേഷം പിന്നെ തുടരുന്നത്. ആ കുടുംബമാണ് യേശുവിന്റെ കുടുംബം. ആ വ്യക്തിയാണ് യേശുവിന്റെ മകൻ, യേശുവിന്റെ പ്രതിനിധി, സ്ഥാനാപതികളായി നിലകൊള്ളുന്നവർ, വിശുദ്ധർ, വിളിക്കപ്പെട്ടവർ, രാജകീയ പുരോഹിത വർഗം, വെളിച്ചത്തിന്റെ മക്കൾ, ഇരുട്ടിനോട് യുദ്ധം ചെയ്യുന്നവർ, സാത്താന്യ ശക്തികളെ എറിഞ്ഞിടുന്നവർ, യേശുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ, പരസ്പരം മാനിച്ചും സ്നേഹിച്ചും കർത്തൃ സുവിശേഷത്തെ ലോകത്തിന്റെ നെറുകയിൽ ഉയർത്തിപ്പിടിക്കുന്ന ദൈവാത്മാവുള്ള ദൈവമക്കൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇതുപോലെ അനുഗ്രഹീതമായ ജീവിതം നയിക്കുവാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും
ഇപ്പോൾ ഈ വചനം കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നോക്കുക, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞു. ദൈവം നിങ്ങൾക്ക് കൃപ തന്നതുകൊണ്ടാണ് നിങ്ങൾക്കിത് കേൾക്കാൻ കഴിയുന്നത്. പിതാവ് നിങ്ങളെ കണ്ടതുകൊണ്ടാണ്, യേശു നിങ്ങളെ കണ്ടതുകൊണ്ടാണ് യൂട്യൂബിലൂടെ ഇപ്പോൾ നിങ്ങൾക്കിത് കേൾക്കാൻ കഴിയുന്നത്. നിങ്ങൾ ആര് എന്നുള്ളതല്ല. നിങ്ങളുടെ ജീവിത സാഹചര്യം ഒരുപാട് കുറവുള്ളതായിരിക്കും. പ്രതിസന്ധികളും വേദനകളും ഭാരങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഏകാന്തതയും ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലും ഒക്കെ സഹിച്ചുകൊണ്ട് സഹനത്തിന്റെ ഉപേക്ഷിക്കപ്പെട്ട ജീവിതമായി ആരും സഹായിക്കാനില്ല എന്ന് ഏങ്ങലടിച്ച് കരയുന്ന വ്യക്തിത്വങ്ങളാകാം നിങ്ങൾ. ഓർക്കുക, ഇന്ന് നിങ്ങൾക്കൊരു വില വരുന്ന ദിവസമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പിതാവ് നിങ്ങളെ കണ്ടു, സ്വർഗം നിങ്ങളെ കണ്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, യേശു നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. തന്റെ മക്കളാക്കി തീർക്കുവാൻ, തന്റെ പ്രിയപ്പെട്ടവരാക്കി മാറ്റുവാൻ യേശു നിങ്ങളെ വിളിച്ചിരിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കുക. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് എനിക്ക് വേണ്ടി അങ്ങയുടെ ശരീരം മുറിച്ചു തന്നു, അങ്ങയുടെ രക്തം എനിക്കായി തന്നു, അങ്ങനെ രൂപാന്തരപ്പെടുത്തി, അങ്ങനിൽ ആത്മാവിനെ പകർന്നു. ഈ സമയം ഇത് ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ, ഈ വാക്യങ്ങൾ യേശു പറഞ്ഞത് ഇപ്പോൾ ആവർത്തിച്ച് പറയുമ്പോൾ യേശു തന്നെയാണ് അത് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് പറയുന്നത്. ഈ വചനം ആത്മാവും ജീവനുമാകുന്നു. നിങ്ങൾ ഇത് വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളിത് വിശ്വസിക്കുമ്പോൾ, നിങ്ങളിത് സ്നേഹിക്കുമ്പോൾ നിങ്ങളിൽ ജീവനുണ്ടാകുന്നു. നിങ്ങൾ പുതിയ മനുഷ്യനാകും, നിങ്ങൾ ക്രിസ്തുവിനെ പോലെയാകും. നിങ്ങൾ സ്വാർത്ഥത വിടും, നിങ്ങൾക്കുള്ളത് പങ്കുവെക്കും, നിങ്ങൾ മൂല്യബോധമുള്ളവരാകും, നിങ്ങൾ ക്രിസ്തീയ വ്യക്തിത്വം പ്രാപിച്ചവരായി മാറും. സ്വർഗീയമായ പൗരത്വം ലഭിച്ചവരും സ്വർഗീയമായ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നവരും രൂപാന്തരപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെട്ടവരും വിളക്കും വെളിച്ചവും ഉയർത്തിവെച്ച കണ്ടിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ ജീവിതം പ്രകാശിക്കും. ദുരിതം നിങ്ങളുടെ ദുരിതം മാറ്റിത്തരും കർത്താവ്. കാരണം കർത്താവ് എല്ലാവരെയും കരുതുന്നു, സമൃദ്ധി കൊടുക്കുന്നു. നിങ്ങളുടെ ദുരിതം മാറ്റിത്തരും. നിങ്ങളുടെ രോഗങ്ങളിൽ അവൻ സൗഖ്യമയക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ലക്ഷ്യബോധം നൽകും. അവൻ നിങ്ങളുടെ നാഥനും കർത്താവുമായി വരും. നിങ്ങൾ യേശുവിന്റെ ഫോളോവറായി ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സമർപ്പിതരാകുക. നിങ്ങളുടെ ജീവിതം അലങ്കരിക്കപ്പെടും. നമ്മുടെ വേദനകളിൽ, നമ്മുടെ തകർച്ചകളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ യേശു നമ്മുടെ കൂടെയുണ്ട്. ക്രിസ്തീയ ജീവിതത്തിന്റെ സൗഭാഗ്യകരമായ ഈ വിധത്തിലുള്ള അനുഭവങ്ങളിൽ മുന്നോട്ട് ഒരുമിച്ച് പോകാൻ ദൈവം നമ്മെ കൂട്ടിച്ചേർക്കട്ടെ. പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വീകരിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി നന്ദി പറയുന്നു. ഈ വചന നിമിത്തം ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടവരായി മാറട്ടെ. വിവിധങ്ങളായ പ്രയാസങ്ങളോടും വേദനകളുടെ സങ്കടങ്ങളോടും കൂടെ നിന്റെ സന്നിധിയിലിരിക്കുന്ന ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു അവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഇറങ്ങി വസിക്കുന്നതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇപ്പോൾ ഇറങ്ങി വ്യാപരിക്കുന്ന നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഞങ്ങൾ സൗഖ്യം പ്രാപിച്ചവരും ജീവിതത്തിൽ ലക്ഷ്യമുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരും കർത്താവിനെ ആരാധിക്കുന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുമായി ഇപ്പോൾ രൂപാന്തരപ്പെടണമേ. ഞങ്ങളുടെ ശരീരം വിശുദ്ധീകരിക്കപ്പെടണമേ. ഞങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടണമേ. നിർമ്മല വചനങ്ങളാൽ ഞങ്ങളുടെ ജീവിതം അലങ്കരിച്ചു തരണമേ. ഞങ്ങൾ അകൃത്യം ചെയ്തവരും പാപത്തിന്റെ അനന്തരഫലം അനുഭവിക്കുന്നവരും ശുദ്ധിയില്ലാത്ത ആദരവും ചിന്തകൾ കൊണ്ട് അശുദ്ധി മെനഞ്ഞവരുമാണ്. നിന്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ ശിരസ്സു മുതൽ പാദം വരെയും കഴുകണമേ. ഓരോ കുടുംബങ്ങളെയും ദൈവം ഉള്ളംകരങ്ങൾ വഹിക്കണമേ. കുടുംബങ്ങളിലുള്ള അന്ധതകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ സംഗതിയാകട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിൽ വളരണമേ. ഞങ്ങളുടെ ജോലി മേഖലകൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ് സ്ഥാപനങ്ങൾ യേശുവിന്റെ രക്തത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലി ചെയ്യുന്നവർ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ വിദ്യാർത്ഥികൾ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ സ്നേഹം
കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. കുടുംബജീവിതം സ്വർഗതുല്യമാകട്ടെ. അനാഥത്വം അനുഭവിക്കുന്നവർ ക്രിസ്തു സ്നേഹത്തിൽ ബലപ്പെടട്ടെ. ജീവിതത്തിൽ നിരാശ അനുഭവിക്കുന്നവർ യേശുവിന്റെ കരുതലിൽ ബലപ്പെടട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയാൽ സകല വഴികളിലും ദൈവകൃപ വ്യാപരിക്കട്ടെ. അനന്തമായ സ്നേഹത്തിൽ ഞങ്ങൾ ഒരുപാട് ഉയർന്നവരും പ്രബലപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെട്ടവരുമായി മാറുവാൻ യേശുവിന്റെ രക്തത്തിൽ ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ രക്തം ഓരോ വഴികളിലും നിറയട്ടെ, ഓരോ വ്യക്തികളിൽ നിറയട്ടെ, ഓരോ ഞങ്ങളുടെ ചെലവിടുന്ന മേഖലകളിൽ നിറയട്ടെ. ഞങ്ങളുടെ സാമ്പത്തികമായ വരവുകളിൽ, ഞങ്ങൾ ചെലവാക്കുന്ന വഴികളിൽ, ഞങ്ങളോട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരിൽ കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അടുക്കും ചിട്ടയുമായി പെർഫെക്റ്റായി എല്ലാ അർത്ഥത്തിലും മനോഹരമായി ജോലി ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താലും തിരുബലിയാലും ഞങ്ങളെല്ലാവരെയും അഭിഷേകം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ബ്ലസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ നന്മകളാൽ ഞങ്ങളെ നിറച്ചു നിർത്തണമേ. ഇന്നയോളം ദൈവം നടത്തിയതിനും ഇതുവരെ ഞങ്ങളെ പരിപാലിച്ചതിനും പരിപാലിക്കുന്നതിനുമായി കോടാനുകോടി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിന്ന് വാങ്ങിപ്പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തേജസ്സും കരുണയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൂരത്താകുമ്പോൾ, വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിലായി നിലകൊള്ളുമ്പോൾ കർത്താവിന്റെ തേജസ്സും കൃപയും അവരോടൊപ്പം ഇരിപ്പാൻ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളിൽ നിന്റെ കരത്തിന്റെ ശക്തി വ്യാപരിപ്പാൻ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഏൽപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു. അനേക ദൈവമക്കൾ കർത്താവിൽ വളരുവാൻ ഇടവരട്ടെ, യേശുവിൽ വളരുവാൻ, ജീവിതം സമാധാനത്തിലാകുവാൻ, ലോകം തരാത്ത സമാധാന സന്തോഷം അനുഭവിപ്പാൻ, ദൈവകൃപയാൽ സമ്പന്നമാകുവാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങൾ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മൗത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. രുദ്രഫലമായ ഞങ്ങളുടെ കർത്താവായ ശിംശീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ ശുദ്ധകന്യയും മർത്തുമറിയമേ, തമ്പുരാനെ പറ്റി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളില്ലെങ്കിലും സംസാരിക്കുവാനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ശ്രദ്ധിച്ച് നോക്കുക. വിളിക്കേണ്ട നമ്പറും വാട്സപ്പ് സന്ദേശം അയക്കേണ്ട നമ്പറും രണ്ടും രണ്ടാണ്. നിങ്ങൾ കഴിയുമെങ്കിൽ അത് നോക്കി ശ്രദ്ധിച്ച് വിളിക്കുക. ദൈവസന്നിധിയിൽ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും 8:30 നിങ്ങൾ കഴിയുന്ന പോലെ പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുക. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.